ഇന്നേ ഒരു കുഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുവാണേ. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതാ: 2 പീസ് ബ്രെഡ്, ഒരു മുട്ട, ഒരു ചെറിയ സവാള അരിഞ്ഞത്. ഇത്രയാണ് നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരു ചീനച്ചട്ടിയോ കടായോ എന്താണെന്നുള്ളത് ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒരല്പം എണ്ണ ഒഴിച്ച് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാവേ. ആ സവാള വഴറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം എണ്ണ ഒഴിച്ചു. ഒരു 2 കറിവേപ്പിലയും ഒന്നിട്ടിട്ടുണ്ട്. എന്നിട്ട് ആ സവാള കൂടെ ഞാനൊന്നിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഇതാ സവാളയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ഒരു 2 മിനിറ്റ് കിടന്ന് ഒന്ന് വഴണ്ടി വരട്ടെ. അതായത് ഒരു ചെറിയൊരു ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്കിതിനൊന്ന് വഴറ്റിയെടുക്കാം. ഓക്കെ. ഈ വഴണ്ടി വരുന്ന സമയം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് അതിലോട്ടൊന്ന് ഇടാവേ. നല്ല ചെറിയ ഒരു മഞ്ഞ നിറത്തിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച്, അല്ലെ കൂടുതലായി പോയാൽ മഞ്ഞയുടെ ഒരു ചുവയുണ്ടായിരിക്കും, അത് വേണ്ട. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വഴണ്ടി വരട്ടെ. ഇതാ സവാളയൊക്കെ ചെറുതായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരുന്ന മുട്ട ഇതിലോട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കാവേ. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്യട്ടെ. സവാളയും ഈ മഞ്ഞപ്പൊടിയും എല്ലാം കൂടെ ഈ മുട്ടയിലൊന്ന് നല്ലവണ്ണം ഒന്ന് പുരളട്ടെ. മുട്ടയും സവാളയൊക്കെ മിക്സായി ഒന്ന് വെന്ത് വരുന്ന സമയം നമ്മൾ എടുത്ത് വെച്ചിരുന്ന ബ്രെഡിനെ അത് നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിച്ച ബ്രെഡിനെ എടുത്തിട്ട് ഇതിലോട്ട് ഒന്ന് തട്ടുവാണേ. എന്നിട്ട് ഇതൊന്ന് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. ഇതെല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാവേ. ഈ സവാള നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്ന സമയം പിന്നെ ബട്ടറോ നെയ്യോ എന്തെങ്കിലും കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഞാനിത് എണ്ണയിലാണ് ചെയ്തത്. അപ്പോൾ ഞാനിതൊന്ന് പാത്രത്തിലോട്ടൊന്ന് മാറ്റട്ടെ. ഇതാ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഒരു മുട്ട, 2 പീസ് ബ്രെഡ്, ഒരു കുഞ്ഞു സവാള, ഇത്രയും വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ 2 3 മുട്ടയോ 5 6 ബ്രെഡോ എങ്ങനെ വേണോ നിങ്ങൾക്ക് ചെയ്യാം. ഇതിൻ്റെ കൂടെ അല്പം ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കഴിച്ചാൽ കുട്ടികൾക്കൊക്കെ ഇതങ്ങോട്ട് കൊടുത്താൽ മതി. അവരിതാന്ന് പറയുന്ന പാത്രം കാലിയാക്കി നമ്മുടെ കൈ തരും. ഓക്കെ. അപ്പോൾ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ, ഇപ്പോൾ കുട്ടികളെല്ലാം വെക്കേഷൻ സമയത്ത് വീട്ടിൽ നിൽക്കുമല്ലേ, അവർ ദോശ ഇഡ്ഡലിയൊക്കെ തിന്ന് മടുക്കുവാണെങ്കിൽ അത് ഇങ്ങനെ പെട്ടെന്നൊന്ന് ചെയ്യാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇത്. ഓക്കെ. Bye.